ഹലോ ഗായ്സ്, എന്ത് കഥ? അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ആയി വീഡിയോ ആക്കാണ്ട് എന്താ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഗൈസ്, വയനാടിൻ്റെ സ്ഥിതിയല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു 3-4 ദിവസം വീഡിയോ വേണ്ടാന്ന് വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ്, എസ്താൻ മോൾക്ക്. അപ്പോൾ അവിടുത്തെ വിവരങ്ങളെല്ലാം അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ടവർ മാള്. ഇങ്ങനെ ഈ റൂട്ടിലാണ് ഞങ്ങളിങ്ങനെ പോണത്. അപ്പോൾ ബാക്കിയുള്ളത് ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾക്കെല്ലാം കാണിച്ചു തരും ഗൈസ്. അപ്പോൾ പോയിക്കൊണ്ട് ഇനി ഇവിടുന്ന് എൻ്റെ റൂമിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ റയാന്ന് ഇപ്പോൾ ഗറാഫലുള്ള സ്ഥലമല്ല, വക്രയിലല്ല. അത് പോയിട്ട് അവിടെ നല്ല ഓഫർ ഉണ്ട് അത്ര. പോയിട്ട് നമുക്ക് കാണാം, കണ്ടിട്ട് ബാക്കിയുള്ള വീട് ഞങ്ങൾ അവിടെ നിന്ന് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഗറാഫയില് അസ്താൻ മാൾക്ക് എത്തി. ഇനി ബാക്കി വിവരങ്ങൾ ഉള്ളിൽ പോയിട്ട് കാണിക്കാം. അപ്പോൾ ഞങ്ങൾ ഇതാണ് എൻട്രൻസ്. പിന്നെ നല്ലോ ഇവിടുന്ന് ഇങ്ങനെ കാണാം. അപ്പോൾ ഇറങ്ങിയിട്ട് കാണിക്കുക ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്, വണ്ടി എത്തി, പാർക്കിംഗ് എല്ലാം ആക്കി സെറ്റപ്പിൽ ഇറങ്ങുന്നുണ്ട്. അവിടെ പോയിട്ട് നോക്കണം ഗൈസ് എങ്ങനെയുണ്ടെന്ന്. വൈഫ് പറഞ്ഞ ഓഫറിലുണ്ടെന്ന്. അവിടെ പോയിട്ട് ഇല്ലാണ്ടിരിക്കണം, കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇറങ്ങുന്നു ഗൈസ്. അപ്പോൾ ഉള്ളിൽ പോയിട്ട് കാണാം. അങ്ങനെ എസ്താൻ മാളിൻ്റെ ഉള്ളിലേക്ക് എത്തി ഗൈസ്. അപ്പോൾ ഉള്ളിൽ കയറിയ പാട് അപ്പോൾ ഷോപ്പിംഗ് കുറേ ഉണ്ട് പറഞ്ഞിട്ട് ഒന്നും കാണുന്നില്ല, ഓഫേഴ്സ് ഒന്നും കാണുന്നില്ല. അങ്ങനെ തിരയാൻ ഞങ്ങൾ ഉള്ളിൽ കയറി. അപ്പോൾ നമുക്ക് ദൂരത്തുനിന്നൊന്ന് കാണുന്നുണ്ട് ന്യൂയോർക്ക് എപ്പോഴും ഓഫേഴ്സ് ഉണ്ടാവും ഗൈസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ കുറേ ബുർക്കാസ് എല്ലാം ഉണ്ട്, നമ്മളത് കണ്ടിട്ടില്ല. അത് പിന്നെ വരും പറഞ്ഞിട്ട് ഞങ്ങൾ ഓഫറിൽ തേടിയിട്ട് പോവല്ലേ. അങ്ങനെ ന്യൂയോർക്കിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേന് വൈഫ് പറഞ്ഞ് കയറാം ഉള്ളിൽ കയറി ഗൈസ്. എല്ലാം 35, 29, 59, 25. ഈ മഞ്ഞ ബോർഡ് ഫുള്ള് സെയിൽസാണ്. പെൺകുട്ടികൾക്ക് ചാകാര ഡ്രസ്സിൻ്റെ. അങ്ങനെ നമ്മൾ ആൺകുട്ടികളുടെ നോക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ തേടുണ്ട് നമുക്ക് അവിടെ കിട്ടാൻ. ഫുള്ള് പെൺകുട്ടികളുടെ സാധനങ്ങൾ 29, 35, 45 പറഞ്ഞിട്ട് ഫുൾ നല്ല സെയിൽസ് ഇട്ടിനി. പക്ഷെ ആളേ ഇല്ല. വെള്ളിയാഴ്ച ആയിട്ട് ഇത്ര ആൾ കുറവ് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ആൾ ഫുള്ള് കുറവ്. അപ്പോൾ നല്ല നമുക്ക് ഇങ്ങനെ എല്ലാം ശ്രദ്ധിച്ചിട്ട് നോക്കാം, എല്ലാ ഡ്രസ്സും നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ അവിടെ നമുക്കൊന്നും സെറ്റായിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഓഫർ ഉണ്ടോ വേറെ സ്ഥലത്ത് നോക്കാൻ ഇങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട് ഗൈസ്. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ലെഫ്റ്റ് പോകണം റൈറ്റ് പോകണം നമുക്കൊരു കൺഫ്യൂസ്. അങ്ങനെ 10-20 ഇട്ടിട്ട് എന്താക്കി ലെഫ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ എന്ത് ഓഫർ ഉണ്ടെന്ന് ചോദിച്ചുകൊണ്ട് എവിടെ ഓഫറൊന്നും കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്ത് വന്നപ്പോൾ നല്ല വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ഡെയ്സോ ഫുള്ള് ജപ്പാൻ്റെ എല്ലാ ചില്ലറ ഐറ്റങ്ങളെല്ലാം ഡെയ്സോയിലുണ്ടാവും. അപ്പോൾ ഡെയ്സൊക്കെ കയറാമെന്ന് വിചാരിച്ച്. പിന്നെ അവിടെ പോയിട്ട് നമുക്കൊന്നും വേണ്ടല്ലോ, നമ്മളൊന്ന് ഡ്രസ്സ് എടുക്കാൻ പോയതല്ലേ. അങ്ങനെ എസ്താൻ മോൾ കണ്ട ഗൈസ് എങ്ങനെയുണ്ട്, അടിപൊളിയാണ്. ആളും ഇല്ല, ഒന്നുമില്ല. കൂടുതൽ ഖത്താരീസ് വരില്ലൂ അവിടെ സാധനം മേടിക്കാൻ. അങ്ങനെ ഞങ്ങളൊന്ന് വെറുതെ കയറിയതാ. അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒന്നുമില്ല, ഓഫറും ഇല്ല, ഒന്നുമില്ല. എല്ലാം നല്ല റേറ്റാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളെന്ത് ഫസ്റ്റ് ഫ്ലോർ പോകാമെന്ന് പറഞ്ഞ് ഫസ്റ്റ് ഫ്ലോർ കയറി. ഓഫർ ഉണ്ടായി, എല്ലാം പെട്ടെന്ന് തീർന്നു വരും. ഇപ്പോൾ ഞങ്ങൾ മേലെ ഫസ്റ്റ് ഫ്ലോർക്ക് ഒന്ന് പോയിട്ട് വരാം നോക്കാം അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്. ആദ്യത്തെ ഫ്ലോറിൽ ഓഫറെല്ലാം കഴിഞ്ഞിനി. നല്ല ഓഫർ ഉണ്ടായി. 103 ബാഗെല്ലാം ഉണ്ടായി. ഇപ്പോൾ എല്ലാ കളക്ഷൻസ് കഴിഞ്ഞിനി. പക്ഷെ 69 ബുർക്കാസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഫർദാസിൻ്റെ ബുർക്കാസ് എല്ലാം ഉണ്ട്. അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോർ പോകുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോർ പോയപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് ഗോൾഡിൻ്റെ ശല്യം. ഞങ്ങൾ മേടിക്കാൻ പോയത് ഗോൾഡല്ലല്ലോ, പക്ഷേ ഗോൾഡെല്ലാം കാണുമ്പോൾ മേടിക്കാമെന്നൊരു പൂതിയെല്ലാം ഉണ്ട്. വൈഫ് കയറ പറഞ്ഞ് വിട്ടിട്ടില്ല. എന്താ പോയാൽ എല്ലാം മേടിക്കുകയെ. അതിനെ കൊണ്ട് ഞങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് എല്ലാം ഒരു യൂട്ടറിന് ഇങ്ങനെ കാണാത്ത പോലെ മുഖം മൂടിയിട്ട് ഈ സൈഡിലേക്ക് വന്ന്
നോക്കുമ്പോൾ ഗോൾഡെല്ലാം പൊളിയാണ്. അവിടെ നിന്ന് എടുത്താൽ ആ പീസ് കൂട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങളെന്താക്കി താഴെ വന്ന് അപ്പോൾ ഓഫേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്താക്കി പുറത്ത് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം പുറത്ത് പോയിട്ട് പ്ലാനിങ് നെക്സ്റ്റ് എവിടേക്ക് പോകണമെന്ന് പ്ലാനിങ്. പക്ഷേ ഉള്ളിലുള്ള പോലെയല്ല ഗൈസ്, പുറത്ത് നല്ല ചൂടാ. ഈ ഞങ്ങൾ നടക്കുമ്പോൾ നല്ല കൂളായിട്ട് നടക്കുന്നുണ്ട്, പക്ഷേ ചൂടിൻ്റെ ശല്യമാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ എന്താക്കി ഇവിടുത്തതെല്ലാം കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ദോഹ സ്ട്രീറ്റ് വാക്ക് പോകാമെന്ന് പ്ലാനാക്കി. യസ്ദാൻ മാൾ, പക്ഷേ ഒരാളില്ല ഈ മാളിൽ. അപ്പോൾ ഗൈസ് നമ്മുടെ യസ്ദാൻ മാളിൻ്റെ വിവരങ്ങളെല്ലാം ഇപ്പോൾ കാട്ടി തന്നില്ലേ, അതിനാ പറഞ്ഞ ഗൈസ് വൈഫിൻ്റെ ബാക്കും പഴയ ചാക്കൽ ഒരേ മാതിരി ഒന്നും കേൾക്കരുത്. പിന്നെ നമ്പിയിട്ട് വന്നിട്ട് ഒന്നുമില്ല ഗൈസ് ഇവിടെ മേടിക്കാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പർച്ചേസിൻ്റെ ക്യാൻസലാക്കി. നെക്സ്റ്റ് ഒരു സ്ട്രീറ്റ് വാക്ക് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അടിപൊളിയാണ്. ഇപ്പോൾ ദോഹയിലിപ്പോൾ ഫേമസ് ആയിട്ട് നടന്നുള്ള സ്ഥലമാണ്, എല്ലാവരും പോണത്. ഈ ചൂടിന് നല്ല AC എല്ലാം ഉണ്ടത്ര, ഉള്ളിൽ കുളുകുളൂന്നുണ്ടത്ര. പോയിട്ട് ഞങ്ങൾ ചെക്കാക്കിയിട്ട് പറയും ഗൈസ് എങ്ങനെ ഉണ്ടെന്ന്. കൂളുണ്ടെങ്കിൽ കൂളുണ്ട് പറയൂ, ചൂടുണ്ട് പറയൂ, മുഖത്ത് നോക്കി പറയൂ, ആരും പേടിക്കില്ല ഗൈസ്. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കിയുള്ള വീഡിയോ കാട്ടിത്തരാം. ഇതാണ് പോണ വഴി. അങ്ങനെ ദോഹ സ്ട്രീറ്റ് വാക്ക് എത്തി ഗൈസ്. അപ്പോൾ അതിന് മുമ്പിൽ ഇവിടെ പാർക്കിംഗ് കിട്ടില്ല, കുറേ ഇപ്പുറത്ത് വന്നിട്ട് പാർക്കാക്കണം, അതാ നല്ലത്. അതിന് മുമ്പിൽ അതിൻ്റെ ഉള്ളിൽ കയറ്റിയാൽ ആ ട്രാഫിക്കിൽ അങ്ങനെ ഒരു 3/4 മണിക്കൂർ വെയിറ്റ് ആക്കേണ്ടി വരും. അതിനെക്കാട്ടി നിങ്ങൾ മെയിൻ റോഡിൽ വന്നിട്ട് റൈറ്റ് എടുത്തിട്ട് അവിടെ പാർക്കിംഗ് ഉണ്ട്, അവിടുന്ന് കുറച്ച് നടക്കാണ്ട്, ഒരു 10 മിനിറ്റ് നടക്കാണ്ട്. അപ്പോൾ നല്ല നടക്കുമ്പോൾ നല്ല ഒരു സുഖമുണ്ട്. അപ്പുറത്തെല്ലാം സ്ട്രീറ്റെല്ലാം അടിപൊളിയായിട്ടുണ്ട്, മറ്റേ ബോളിവുഡിലുള്ള പോലെ ഫീലുണ്ട്. അപ്പോൾ അങ്ങനെ മെല്ലെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ട് ഇപ്പോൾ എത്താനായിട്ടില്ല, നമുക്കറിയില്ല ഫസ്റ്റ് ടൈം അല്ലേ, അതിനുകൊണ്ട് എല്ലാവരും കയറിനോട് ഇങ്ങനെ കയറുക. അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടി കയറി നോക്കുമ്പോൾ ഇതന്നെ വെസ്റ്റ് വാക്ക്. കണ്ട കാഴ്ച എങ്ങനെയുണ്ട്, ഫുള്ള് AC ആണ്, പൊളി വൈബ്, ഒരു ടെൻഷനില്ല, ചൂടില്ല, ഒന്നുമില്ല. പക്ഷേ ഫുള്ള് ലോക്കൽസാണ് ഗൈസ് കൂടുതലും, എല്ലാ ഖത്താരീസ് തന്നെ, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് മറ്റേ സ്ട്രീറ്റ് വാക്കിൻ്റെ വ്യൂ, ഒന്ന് കണ്ടോളി. ഫുള്ള് ഷോപ്സ്, ഹോട്ടൽസ് തന്നെ, തിന്നാനുള്ളത് തന്നെ. ഇതാണ് ഇവിടുത്തെ മെയിൻ വൈബ്, ഇവിടുത്തെ അടിപൊളിയാണിത്. ഇത് അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ താഴെ നിന്ന പോലെ ഉണ്ടാവും, മേലെ ഇങ്ങനെ കൈ പൊന്തിച്ചാൽ തട്ടുന്ന പോലെ ഉണ്ടാവും, പക്ഷേ ഭയങ്കര ഹൈറ്റിലുള്ളത് കാണാൻ മറ്റേ 3D പോലെ അടിപൊളിയാണ്. അങ്ങനെ മുമ്പ് നടന്നു പോയി, നല്ല ഷോപ്സ് എല്ലാം അടിപൊളി, അപ്പുറത്ത് നല്ല വൈബ്, ടൈം പോണത് തന്നെ അറിയില്ല. ഇങ്ങനെ നടന്നിട്ട് പോകുമ്പോൾ എത്ര ദൂരം നടന്നു നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ കുറച്ചുകൂടി മുമ്പ് പോയപ്പോൾ ഒരു മോളുണ്ട് അവിടെ, അങ്ങനെ മോളിൻ്റെ ഉള്ളിൽ കയറി. അങ്ങനെ മോളിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല, അപ്പോൾ പോയിട്ട് ഇങ്ങനെ കാണുക എന്തെല്ലാം ഉണ്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് മോളിലെല്ലാം മേലെ പോയി. അങ്ങനെ താഴേക്ക് വന്നിട്ട് റിട്ടേൺ പോകുന്നു ഗൈസ്. അപ്പോൾ ഇവിടെ ചൂടൊന്നുമില്ല, ഈ ടൈമിൽ പറ്റിയ സ്ഥലമാണ്. ഒരു 1 മണിക്കൂർ വാക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് വെസ്റ്റ് വാക്ക് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അവിടെ ചുറ്റി നല്ല AC ഉണ്ട് ഗൈസ്. ഈ ചൂടത്ത് ബെസ്റ്റ് സ്ഥലമാണ്. റൗണ്ട് ചുറ്റിട്ട് അത്രേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ, ഒരു 1/2 മണിക്കൂർ ചുറ്റാനുള്ളൂ, വേറെ വെലിങ്ങനൊന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ വീക്കെൻഡെല്ലാം കഴിഞ്ഞ്, അപ്പോൾ ഇന്നത്തേത് നെക്സ്റ്റ് നമ്മുടെ പ്ലാന് ഇപ്പോൾ 8:30 ഫുഡ് അടിക്കാൻ പോകുന്നുണ്ട് ഗൈസ്. ഫുഡ് അടിച്ചിട്ട് ഇപ്പോൾ നമുക്ക് മത്തർ കഥയും പോകാമെന്ന് പറഞ്ഞ് ഡിഗ്രില്ല ഡിഗ്രിയിൽ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ പോയിട്ട് നല്ല ഒരു ഫുഡെല്ലാം അടിച്ചിട്ട് നാളെ മോർണിംഗ് ഷിഫ്റ്റാണ്, പോയിട്ട് കിടന്ന് നാളെ ഡ്യൂട്ടി പോകണം ഗൈസ്. അപ്പോൾ ഡിഗ്രീൻ്റെ ഉള്ളിലെല്ലാം കയറി ഫുഡെല്ലാം ഓർഡറാക്കി, തേയ്പൂരി പാനിപ്പൂരി എന്നെല്ലാം ആക്കിന്. അപ്പോൾ അടിക്കുന്ന അടി ഗൈസ് സെറ്റ്. തിന്നിട്ട് തീറ്റ കണ്ടാൽ കാണാം, നിങ്ങൾക്ക് കണ്ടോളി. ഇപ്പോൾ വരും നോക്ക്,
ഒരു ദൈപൂരി ഇന്ന് ഓർഡറാക്കി സെറ്റ് സാധനം പൊളിക്ക് പോക്കി. ഇതാണ് ദൈപൂരി കാണുമ്പോൾ തന്നെ അയ്യവാ എന്താ ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇതാ നെക്സ്റ്റ് ഓർഡർ ഞങ്ങളുടെ ബാർബിക്യൂ വിത്ത് നാൻ റോട്ടി അടിക്കുന്ന സെറ്റ് കാണുമ്പോൾ തന്നെ വായിലെല്ലാം വെള്ളം വരുന്നുണ്ട്. അവിടെ ശരിക്കും അടിച്ച് അങ്ങനെ ഇപ്പോൾ വീണ്ടും കാറിലേക്ക് കയറി. അങ്ങനെ ഗൈസ് ഫുഡെല്ലാം കഴിഞ്ഞ് ശരിക്കും അടിച്ചിട്ട് ടയേർഡ്. അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് വരും ഗൈസ്. അപ്പോൾ അതുവരെ എല്ലാവരും കാത്തിരിക്കുക. പുതിയ ഇനിയും കുറേ കണ്ടന്റ് ആയിട്ട് ഞങ്ങൾ പുതിയ